ICMR അതുപോലെ തന്നെ നാഷണൽ ന്യൂട്രീഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നാഷണൽ ന്യൂട്രീഷൻ ഓരോ വ്യക്തിക്കും ഒരു അഡ്വൈസ് എന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു മീൽ പ്ലാൻ എന്ന രീതിയിൽ മൈ പ്ലേറ്റ് ഫോർ ഡേ നൽകുന്ന റെക്കമെൻഡ് ചെയ്യുന്ന കാര്യങ്ങൾ മിനിമം 8 തരത്തിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മൾ ഒരു നേരത്തെ ഫുഡിൽ ഉൾപ്പെടുത്തണമെന്നാണ്. അതിൽ പ്രധാനമായി ICMR. പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ജീവിതം എപ്പോഴാണ് ഏറ്റവും കൂടുതൽ സന്തോഷകരമായി തീരുന്നത്? എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാവും നമ്മൾ കൂടുതൽ സന്തോഷവാന്മാരാകുന്നത്? പല കാരണങ്ങളുണ്ടാകും. അതിലൊന്ന് പണം, പാർപ്പിടം, വസ്ത്രം, നല്ല ഭക്ഷണങ്ങൾ, നല്ല കൂട്ടുകാർ. ഇതുകൊണ്ടൊക്കെ തന്നെ നമ്മൾ സന്തോഷവാന്മാരാകും. പക്ഷേ ഇത് മാത്രമാണ് നമ്മുടെ ജീവിതം സന്തോഷമാകാൻ ഏറ്റവും പ്രധാനമായി വേണ്ടത്. ആരോഗ്യം. ആരോഗ്യമാണ് എന്തിനേക്കാളും വലുത്. ഇനി ഒന്ന് നിങ്ങൾ ചിന്തിക്കുക, അതുപോലെ തന്നെ പരിശോധിക്കുന്ന സമയമാണ്. നിങ്ങൾ സന്തോഷവാന്മാരാണോ? മുൻകാലങ്ങളിൽ നമ്മുടെ രാജ്യത്ത് കൂടുതലായി കണ്ടുവന്നിരുന്ന ഒരു അസുഖമാണ് പ്രോട്ടീന്റെ കുറവ് മൂലമുള്ള അസുഖങ്ങൾ, അതുപോലെ തന്നെ വൈറ്റമിന്റെ കുറവ് മൂലമുള്ള അസുഖങ്ങൾ. എന്നാൽ ഈ കാലഘട്ടത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അമിതമായി മാൽ ന്യൂട്രീഷൻസ്, പ്രധാനമായിട്ടും ന്യൂട്രീഷന്റെ കുറവ് മൂലമുള്ള അസുഖങ്ങൾ, അതുപോലെ തന്നെ ഒബിസിറ്റി, ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ പോലുള്ള അസുഖങ്ങളാണ്. എന്താണ് ഇങ്ങനെ ഒരു അസുഖത്തിലേക്കുള്ള ചേഞ്ചിന് കാരണം? ഈ ഒരു അവസ്ഥയ്ക്ക് എന്തൊക്കെയാണ് കാരണങ്ങൾ? നമുക്ക് ജസ്റ്റ് ഒന്ന് പരിശോധിക്കാം. ഒന്നാമതായി പറയുന്നത് ഹൈലി പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡിന്റെ ഇൻടേക്ക് നമ്മുടെ ജനറേഷനിൽ കൂടുതലായി കണ്ടുവരുന്ന ഒരു കാര്യമാണ്. അതിനൊപ്പം തന്നെ കൂടുതലായി ഫാറ്റി കണ്ടന്റ് അടങ്ങിയിരിക്കുന്ന ഫുഡുകൾ, സോൾട്ട് കണ്ടന്റ് അടങ്ങിയിരിക്കുന്ന ഫുഡുകൾ, ഷുഗർ കണ്ടന്റ് കൂടുതലായി അടങ്ങിയിരിക്കുന്ന ഫുഡുകൾ, ഇവയോടുള്ള അമിതമായ താല്പര്യം. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഒരു ബാഡ് ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നതിന് കാരണമാകുന്നുണ്ട്. അതിനൊപ്പം തന്നെ നമ്മുടെ ജനറേഷനിൽ കണ്ടുവരുന്ന പ്രധാനപ്പെട്ട ഒരു പ്രോബ്ലമാണ് ഫിസിക്കൽ ആക്ടിവിറ്റിയുടെ കുറവ്. ഒരാൾ പോലും ഇപ്പോൾ നല്ല രീതിയിൽ ഫിസിക്കൽ എക്സസൈസ് നടത്തുകയോ അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള ആക്ടിവിറ്റീസ് ചെയ്യുകയോ ഒന്നും ചെയ്യാറില്ല. ഈ രണ്ട് കാരണങ്ങൾ ഈ ജനറേഷനെ കൂടുതൽ റിസ്കിലേക്കാണ് നയിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം? ഇവിടെ സോഷ്യൽ മീഡിയ, അതർ മീഡിയ ചാനൽസ് ഒക്കെ ഇതിൽ ഒരു ഗുരുതരമായ തെറ്റുകൾ വരുത്തുന്നുണ്ട്, അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു ഗുരുതരമായ അവസ്ഥയിൽ എത്തിക്കുന്നതിന് വളരെയധികം പങ്ക് വഹിക്കുന്നുണ്ട്. ഇവർ നൽകുന്ന വിഗറസ് ആയിട്ടുള്ള അല്ലെങ്കിൽ സിവിയർ ആയിട്ടുള്ള അഡ്വർടൈസ്മെന്റ്, ഈ അഡ്വർടൈസ്മെന്റ് കണ്ടിട്ടാണ് പല മാതാപിതാക്കളും കുട്ടികളും ഇങ്ങനെയുള്ള ഫുഡിലേക്ക് തിരിയുന്നത്. പ്രധാനമായും അവർ നോക്കുന്നത് ഈ പറയുന്ന ഫുഡ് അല്ലെങ്കിൽ അഡ്വർടൈസ്മെന്റിൽ കാണിക്കുന്ന പല വാഗ്ദാനങ്ങളും സത്യമാണ് എന്ന് വിചാരിച്ച് ഇവർ ഇങ്ങനെയുള്ള ഫുഡുകളിലേക്ക് കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ളതും ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഫുഡിനെ ഇവർ മറന്നു കളയുകയാണ്. ICMR അതുപോലെ തന്നെ നാഷണൽ ന്യൂട്രീഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നാഷണൽ ന്യൂട്രീഷൻ ഓരോ വ്യക്തിക്കും ഒരു അഡ്വൈസ് എന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു മീൽ പ്ലാൻ എന്ന രീതിയിൽ മൈ പ്ലേറ്റ് ഫോർ ഡേ നൽകുന്ന റെക്കമെൻഡ് ചെയ്യുന്ന കാര്യങ്ങൾ മിനിമം 8 തരത്തിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മൾ ഒരു നേരത്തെ ഫുഡിൽ ഉൾപ്പെടുത്തണമെന്നാണ്. അതിൽ പ്രധാനമായിട്ടും പച്ചക്കറികൾ വരുന്നുണ്ട്, പച്ച ഇലക്കറികൾ വരുന്നുണ്ട്, ഫ്രൂട്ട്സ് വരുന്നുണ്ട്, മുട്ട വരുന്നുണ്ട്, മിൽക്ക്, അതുപോലെ തന്നെ മിൽക്ക് പ്രോഡക്ട്സ് വരുന്നുണ്ട്, ഇതുപോലെ സീരിയൽസ്, പയറുവർഗ്ഗങ്ങൾ, നട്ട്സ് അല്ലെങ്കിൽ മറ്റേ എണ്ണക്കുരുക്കൾ, ഓയിൽ സീഡുകളൊക്കെ തന്നെ നമ്മൾ ഈ പറയുന്ന ഭക്ഷണ പദാർത്ഥത്തിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ള എനർജി ഇതിൽ നിന്നും ഓരോ ദിവസവും നമുക്ക് ലഭിക്കുമെന്നാണ് റെക്കമെൻഡ് ചെയ്യുന്നത്. എന്നാൽ ഇന്ത്യയിലെ അവസ്ഥ അനുസരിച്ച് ഏറ്റവും കൂടുതൽ ആളുകളും ഈ പറയുന്ന ഗ്രെയിൻസ് അഥവാ പ്രോസസ്ഡ് ഗ്രെയിൻസിനെയാണ് കൂടുതലായിട്ടും ഡിപ്പെൻഡ് ചെയ്യുന്നത്. പ്രധാനമായിട്ടും മൈദ കൊണ്ടുള്ള വിവിധ തരത്തിലുള്ള ഫുഡ് പാർട്ടികൾ ഓർ ഫുഡ് പദാർത്ഥങ്ങൾ നമ്മൾ കൂടുതലായിട്ട് ഇതിൽ യൂസ് ചെയ്യുന്നതായിട്ട് കാണാൻ കഴിയും. ഈ ഒരു കാരണം, അതിനൊപ്പം തന്നെ ഫിസിക്കൽ ആക്ടിവിറ്റീസിന്റെ കുറവ്, ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ജനറേഷൻ ഇപ്പോൾ ഒരു റിസ്ക് പാത്തിലൂടെ കടന്നു പോകാൻ കാരണമാകുന്നത്. ഇവിടെ ചെയ്യാൻ കഴിയുന്ന ഒരേ ഒരു കാരണം മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ഒരേ ഒരു കാര്യമേ ഉള്ളൂ. നമുക്ക് കൂടുതലായി ന്യൂട്രീഷണൽ ബാലൻസ്ഡ് ആയിട്ടുള്ള ഫുഡ് പാർട്ടികൾ അല്ലെങ്കിൽ ഫുഡ് മെറ്റീരിയൽസ് നമ്മുടെ ഫുഡിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഭക്ഷണക്രമത്തിലേക്ക് ഉൾപ്പെടുത്തുക. അതുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ നമുക്ക് വരും വീഡിയോസിലും ഡിസ്കസ് ചെയ്യാം. ഇതുമായി ബന്ധപ്പെട്ട പല അസുഖങ്ങളുണ്ട്, അതിനെക്കുറിച്ച് നമുക്ക് ഒരു അവയർനെസ് നൽകേണ്ടതായിട്ടുണ്ട്. ഇനിയും നിങ്ങൾ ചിന്തിക്കൂ, നിങ്ങൾ സന്തോഷവാന്മാരാണോ? ആരാണ് നമ്മുടെ പ്രധാനപ്പെട്ട ശത്രു? നമ്മൾ തന്നെയാണ് നമ്മുടെ പ്രധാനപ്പെട്ട ശത്രു. നമ്മുടെ ഡയറ്റ്, നമ്മുടെ ഭക്ഷണക്രമം, ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നില്ല അല്ലെങ്കിൽ കൃത്യമായി ശ്രദ്ധിക്കുന്നില്ല എങ്കിൽ നമ്മളെ കാത്തിരിക്കുന്ന വളരെ ഗുരുതരമായ അസുഖങ്ങളാണ്. ഈ പറയുന്ന അസുഖങ്ങൾ എങ്ങനെ ഉണ്ടാവാതെ നമുക്ക് നോക്കാം. നമ്മുടെ ഫ്യൂച്ചർ ഏറ്റവും സന്തോഷകരമായി നമുക്ക് എങ്ങനെ മുൻപോട്ട് കൊണ്ടുപോകാം? നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതലായി ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. വരും വീഡിയോസിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും.